ഇന്ന് മനോജ് നമ്മളോടൊപ്പം ഉണ്ട്. മനോജ് ഭാई, आपका घर कौन सी जिला? मेरा घर सर मधुबनी जिला पड़ता है. മധുബനി ജില്ലയിൽ താമസിച്ചുകൊണ്ടിരുന്ന മനോജ്, प्रभु यीशु मसीह को कब ग्रहण किया? 2012 में. 2012 में. उससे पहले आपका मम्मी वाला विश्वास नहीं, कोई नहीं. 2012 ഇവർ കർത്താവിനെ സ്വീകരിച്ചു. और आप सेवा में कब आए? 2014 में. 2012 കർത്താവിനെ സ്വീകരിച്ച ഈ സഹോദരൻ 2014 ആയപ്പോൾ കർത്താവിന്റെ വേലയ്ക്കായി കടന്നു വരികയാണ്. 2014 में कहाँ पर सेवा? दरभंगा में. दरभंगा. वहां से फिर बेगूसराय. बेगूसराय से दक्षिण जिला. ഇപ്പോൾ സമസ്തിപൂർ ജില്ലയിലാണ്. കഴിഞ്ഞ करीब 10 साल से आप सेवकाई में? यहाँ 10 साल से है. 2014 से अगर जोड़ेंगे तो ज्यादा हो जाएगा. जी, तो ഏതാണ്ട് 10 വർഷത്തിലധികമായിട്ട് കർത്താവിന്റെ വേലയിലാണ്. ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് एक भी विश्वासी भी नहीं था. नहीं, एक भी नहीं था इधर में. ഒരു വിശ്വാസി പോലും ഇല്ലാത്ത സമയത്താണ് ഇദ്ദേഹത്തെ ഇവിടേക്ക് അയക്കുന്നത്. സമസ്തിപൂർ ജില്ല 42 ലക്ഷത്തോളം ആളുകൾ പാർക്കുന്ന ഈ സ്ഥലത്ത് നമ്മുടെ 3 കൂട്ടു പ്രവർത്തകരാണ് പ്രവർത്തിക്കുന്നത്. 42 ലക്ഷം ആളുകൾ. परमेश्वर कैसा काम किया? जो प्रभु ने जो ब्रेक थ्रू, प्रभु ने जो काम जो किया है, 2-3 चमत्कार के बारे में आपने बोला था. यहाँ पे जब मैं 2016 में आया तो कुछ खास विश्वास, एक भी विश्वासी नहीं था, लेकिन इन 2 सालों में परमेश्वर ने काफी अद्भुत काम किया. हमारा एक अरुण भाई हैं, क्या हुआ था? उनको ये स्टमक में पानी था पूरा और टीबी डॉक्टर घोषित कर दिया था. MBBS डॉक्टर उसको रेफर कर चुका था, लेकिन अरुण जी, അരുൺ ഇന്ന് ആരാധനയിൽ അരുണിനെ കണ്ടു. അരുൺ എന്ന സാക്ഷ്യം പറഞ്ഞു. താൻ വളരെ പ്രയാസമുള്ള ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ കൂട്ടായ്മയിലേക്ക് കടന്നു വരികയാണ്. അവിടെ വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായൊരു സൗഖ്യം കൊടുത്തു. ഡോക്ടർ തന്നോട് പറഞ്ഞ കാര്യം, താൻ പറഞ്ഞത്, നിങ്ങൾ മറ്റേത് ഡോക്ടറുടെയാണ് പോയത്, ഡോക്ടർക്കും മനസ്സിലായി ഇതിലൊരു അത്ഭുതം നടന്നിട്ടുണ്ട്. और किसका जीवन में? हमारे कलीसिया में एक रोशनी बहन है, उनको भी प्रभु ने कैंसर से, ब्रेस्ट कैंसर से छुटकारा दिया है. ബ്രസ്റ്റ് ക്യാൻസറുമായി വന്ന ഒരു പെൺകുട്ടി റോഷ്നി, ദൈവം അവൾക്ക് അത്ഭുത സൗഖ്യം കൊടുത്തു. ആ കുട്ടി ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തയ്യാറായിരിക്കുക. ഇദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത്, വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലം, ഇവിടെ പല എതിർപ്പുകൾ कर्ताविന്റെ വേലയുമായി ബന്ധപ്പെട്ട. कब हुआ था आपका उधर? लोग आपको भगाने के लिए सब आए थे. कब हुआ? ये 1 महीना हो रहा है. 1 महीना? 1 महीना हो रहा है. ഒരു മാസം മുൻപ് താൻ വലിയ പ്രതിസന്ധിയിലൂടെ, എതിർപ്പിലൂടെ കടന്നുപോയി. വളരെ മിടുക്കനായ ഒരു യൗവനക്കാരനാണ് അദ്ദേഹം. നല്ല സാമർഥ്യമുള്ള ഒരാളാണ്. എന്നാൽ കർത്താവിന്റെ വിളി, കർത്താവിന്റെ വചനം തന്നെ നിർബന്ധിക്കുന്നത് കൊണ്ട് താൻ ഈ കഷ്ടത സഹിച്ച് ഈ യൗവനത്തിൽ തന്റെ 2 കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ താമസിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ നല്ല സൗകര്യങ്ങളില്ല. എതിർക്കുന്നവർ പറഞ്ഞു, ഈ പട്ടണത്തിൽ തന്നെ കണ്ടുപോയാൽ കുന്നുകളയും എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അവിടെ താമസിച്ച് പ്രവർത്തിക്കുകയാണ്. വെള്ളമില്ല, വെള്ളത്തിന്റെ കാര്യമായി ബുദ്ധിമുട്ട്. ഇങ്ങനെയാണ് ചുരുക്കം ചില വ്യക്തികൾ കർത്താവിന്റെ വേലയുമായി മുന്നോട്ട് പോകും. ഇവർക്കാർക്കും കാര്യമായ ബാക്ക്ഗ്രൗണ്ടുകളുള്ളവരല്ല. ഇവരാരും ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരല്ല. ദൈവം ഇവരെ രക്ഷിച്ചു. അത് മനസ്സിലാക്കി അവർ കർത്താവിന്റെ വിളി മനസ്സിലാക്കി, ദൈവവചനത്തിന്റെ വിളി മനസ്സിലാക്കി പ്രവർത്തിക്കുക. നമ്മൾ അവരോടൊപ്പം നിൽക്കണം. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് ഞങ്ങൾ അവരോടൊപ്പമായിരുന്നു. നമ്മുടെ ആരാധന ഷീറ്റ് വലിച്ചു കെട്ടിയ ഒരു സ്ഥലത്ത് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ. ഇതൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നു. നമ്മൾ കാണണം, നമ്മൾ അറിയണം. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നല്ല വ്യക്തിയായിരുന്നു എന്നൊക്കെ പറയുന്നത് ഇന്ന് ഞാൻ ഫ്യൂണറിൽ കാണാനായിരുന്നു. മിഷണറി ഡോക്ടറുടെ ഫ്യൂണറൽ. അതിൽ അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, നന്നായിരുന്നു, അദ്ദേഹം നല്ല വ്യക്തിയാണ്. എന്ത് കാര്യം? അദ്ദേഹത്തിന്റെ പണി ചെയ്ത് കടന്നുപോയി.
നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. മനോജിനെ പോലെയുള്ളവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരോടൊപ്പം നിൽക്കാം. छोटी छोटी गलियों में गूंजता है तेरा बड़ा नाम, कच्चे घरों में तेरी सिताइश सुबह शाम। बूढ़े बूढ़े हाथों ने थाम के रखा तेरा कलाम, कमजोर नजरों का तेरी ही जानिब है ध्यान। संगी यार मेरे आँख देने मैनू